നമസ്കാരം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ചില തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ തിരിച്ചടികൾ നേരിടുന്ന സിറ്റുവേഷനിലൂടെയോ മുന്നോട്ട് പോകുന്നവരാകാം നിങ്ങൾ. മറ്റുള്ളവർ കാരണം പല അവസരങ്ങളിലും ജീവിതത്തിൽ പല വിഷമതകളും അനുഭവിച്ചു പോരുന്നവരാണ് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും ഇപ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടതായ ചില സന്ദേശങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ ചുറ്റും നിരവധിയാർന്ന വ്യക്തികൾ ഉള്ളതായി കാണുവാനായി സാധിക്കുന്നു. പലരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ തന്നെയാണ് എന്ന് പറയാം. എന്നാൽ ചിലർ അപ്രകാരമല്ല. നിങ്ങളുടെ വളർച്ചയിൽ വളരെയധികം അസൂയപ്പെടുന്നവരും നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അവരെ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം എന്നില്ല. ഒരു മുഖം മൂടി ധരിച്ചുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും ചിരിച്ച മുഖം അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത്തരം ചില വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നെഗറ്റീവ് ചിന്തകളുമായി നിങ്ങളുടെ വളർച്ചയെ തന്നെ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് പല വിധത്തിലും എനർജി നഷ്ടപ്പെടുന്നതായ സാഹചര്യം ഇവരുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് വാസ്തവമാണ്. സ്ട്രഗ്ലിംഗ് ആയ സാഹചര്യത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നവരാകാം നിങ്ങൾ. എന്നാൽ മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നല്ല കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങൾക്ക് മുൻപിലുള്ളത് എന്ന് പറയാം. ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എങ്കിലും കഠിനമായ പ്രയത്നത്തോടെ അതെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റങ്ങളിലേക്ക് നയിക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങൾക്ക് മുൻപ് പറഞ്ഞതുപോലെയുള്ള വ്യക്തികളെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണാം. പലരും ചിരിച്ച മുഖത്തോട് തന്നെ നിങ്ങളെ പല വിധത്തിലും ഉപദ്രവിക്കുവാൻ അല്ലെങ്കിൽ ചതി തന്നെ സംഭവിക്കാനുള്ള സാഹചര്യം ഇവിടെ കാണുവാനായി സാധിക്കുന്നു. അതിനാൽ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. പല വ്യക്തികളുമായി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അത് ഏവരുമായിട്ടല്ല. ഇത്തരം തിരിച്ചറിയുന്ന വ്യക്തികളെ മനസ്സിലാക്കുവാനും അവരെ അകറ്റി നിർത്തുവാനും അല്പമൊന്ന് ശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ പ്രവൃത്തിയാൽ വളരെയധികം വിഷമങ്ങൾ നേരിടുന്ന സാഹചര്യം പോലുമുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുമല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന ചിന്ത വളരെയധികം നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. പല കാര്യങ്ങളിലും കഴിവുകൾ തിരിച്ചറിയുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുമുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങൾ പലവട്ടം ചിന്തിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും വേഗത്തിൽ ചെയ്തു തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എങ്കിലും നിങ്ങൾക്കത് സാധിക്കുന്നില്ല. പ്രശംസ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് അർഹമായത് ലഭിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ ഇല്ല എന്നതാണ് വാസ്തവം. ആദരവോ അർഹമായ സ്ഥാനമോ ലഭിക്കാതെ പല കാര്യങ്ങളിലും നിങ്ങൾ മുന്നോട്ട് പോവുകയും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ കഴിഞ്ഞു പോകുന്ന സാഹചര്യവും ജീവിതത്തിലുണ്ട്.
നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അത്തരം സാഹചര്യങ്ങൾ ആഗതമാവുകയാണ്. ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നവർക്ക് പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയും സന്തോഷത്തോടെ പുതിയ ജീവിതത്തിലേക്ക് കാൽ വയ്ക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യാം. നിങ്ങളിൽ ഈശ്വരാനുഗ്രഹം നിറയുന്നതായ സാഹചര്യം പോലുമുണ്ട്. കഷ്ടകാല സമയത്ത് പലരും നിങ്ങൾക്ക് പിന്തുണ നൽകാത്തതായ സാഹചര്യങ്ങളുണ്ട് എന്നതും പലരും മുഖം തിരിച്ചു നിന്നപ്പോൾ നിങ്ങൾക്കത് വളരെ വിഷമകരമായി മാറി എന്നതും വാസ്തവമാണ്. എന്നാൽ അവരെക്കാൾ സൗഭാഗ്യമോ ഉയർച്ചയോ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേർന്നാൽ അത്ഭുതപ്പെടാനില്ല. അത്തരം ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു അവസരം തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക. നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിക്കുവാൻ പലരും കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും അത്തരം ശ്രമങ്ങൾ പലരും നടത്തുന്നു എന്നത് നിങ്ങൾക്ക് അറിവുള്ള കാര്യം തന്നെയാണ്. അതിനാൽ പല കാര്യങ്ങളിലും ഒരു ബ്ലോക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അത് രഹസ്യമായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ശരി എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. അല്ലാത്തതായ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാനും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനും സാധിക്കും. എന്നാൽ ചില വ്യക്തികളെ കൂടുതലായും ശ്രദ്ധിക്കുവാനും ചില ദുഃഖങ്ങൾ, വിഷമതകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാനോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുവാനോ സാധിച്ചു എന്ന് വരാം. വളർച്ചയോ സന്തോഷമോ നിങ്ങൾക്ക് വന്നു ചേരുവാൻ പലരും സമ്മതിക്കാത്ത ഒരു സാഹചര്യം പോലുമുണ്ട്. നിങ്ങളെ അവർ കുറ്റപ്പെടുത്തുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന പല വ്യക്തികളുമുണ്ട്. ഈ സമയം എന്തെങ്കിലും നഷ്ടങ്ങൾ നേരിട്ടാൽ അത് എങ്ങനെ, എന്തുകൊണ്ട് എന്ന് നന്നായി വിശകലനം ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ സമയം നിങ്ങൾക്ക് കൂടെയുള്ള വ്യക്തികളിൽ എത്ര പേർ ഒപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കൂ. ജീവിതത്തിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നന്നായി ചിന്തിച്ച് ഉത്തമ ബോധ്യത്തോടെ എടുത്ത് മുന്നോട്ട് പോകണം. അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നിങ്ങൾക്ക് നേരിടേണ്ട സാഹചര്യങ്ങളും വന്നു ചേരാം. ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ നിറയുന്നു എന്ന് തന്നെ കാണുന്നു. എങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ആപത്തുകൾ അത് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന കാര്യം ഓർക്കേണ്ടതാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുവാൻ പാടുള്ളതല്ല. കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുകയും നിങ്ങൾക്ക് അർഹമായ ഫലം ലഭിച്ചു തുടങ്ങുകയും നിങ്ങളുടെ ജീവിതത്തിലെ വിഷമതകൾക്കും ദുഃഖങ്ങൾക്കും ഒരു പരിഹാരം ഭഗവാൻ തന്നെ നൽകുന്നതായ സാഹചര്യം രൂപപ്പെടുകയും ചെയ്യാം. പുതിയ അവസരങ്ങൾ, പുതിയ വ്യക്തികൾ, ഇത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യാം. അധികാരവും സാമ്പത്തികപരമായ ഉയർച്ചയും നിങ്ങളിൽ വർദ്ധിക്കാവുന്നതാണ്. ഈ സമയം ശത്രുക്കളുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളും നിങ്ങൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്.